നാല് ദിവസം കൂടി യുദ്ധം തുടരും. 4 ദിവസം കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കാനുള്ള എല്ലാ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒറ്റപ്പെട്ടു. ലോകത്തിന് മുമ്പിൽ ട്രംപ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ധന പ്രതിസന്ധി, ആ പ്രതിസന്ധിനെ മറികടക്കാൻ ട്രംപിന് കഴിയില്ല. ഇപ്പോൾ ഇറാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി മുഴുവൻ എടുത്ത് പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം, അവർക്ക് 4000 കിലോമീറ്റർ അകലെ ചെന്ന് നശിപ്പിക്കാനുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ട്. അതാണ് അമേരിക്കയ്ക്ക് ഏറ്റവും അധികം ഭയം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, 48 മണിക്കൂറിനുള്ളിൽ കടലിടുക്ക് തുറന്ന് അതിലെ കപ്പലുകളെ കടത്തി വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഊർജ സംരക്ഷണ മേഖല കംപ്ലീറ്റ് തകർക്കുന്ന പറയുന്നത്. അതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് വീണ്ടും പ്രത്യാക്രമണം വളരെ ശക്തമായിട്ട് തുടരണം. അപ്പോൾ അതുകൊണ്ട് ട്രംപ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പണി കൂടി നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ സമാധാന ചർച്ചയ്ക്ക് ഏർപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ട്രംപ് ഇറക്കിയിരിക്കുന്നു സമാധാന കരാറുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 4 ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറുണ്ടാക്കി ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഊരാനാണ് ട്രംപിൻ്റെ നീക്കം നടക്കുന്നത്. ഇനിയും ഈ യുദ്ധം നീണ്ടുപോയാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പോലും പ്രതിസന്ധിയിലാവും. അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ശക്തമായിട്ടുള്ള തിരിച്ചടിന്, ഇത്രയും തിരിച്ചടിക്കും ഇറാൻ ഒരിക്കലും ട്രംപോ മറ്റുള്ള രാജ്യങ്ങളോ ഗൾഫ് മേഖലയോ ഒന്നും ചിന്തിച്ചില്ല. അതിനൊക്കെ അപ്പുറത്താണ് അവരുടെ സൈനിക ശേഷി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിരിക്കുക. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഒരു സാമ്പിൾ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇനി ശരിക്കുള്ളത് പൊട്ടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ എത്രയുണ്ട് ഇതിൻ്റെ ഇതെന്ന് നോക്കി. അവിടെ യുദ്ധം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ വരെ വന്ന് യുദ്ധം ചെയ്യും. അതിന് ശേഷമാണ് ആ രാജ്യത്തിനെ കീഴടക്കാൻ കഴിയുള്ളൂ. അത് എളുപ്പം നടക്കുന്ന കാര്യമില്ല എന്നുള്ളത് ട്രംപിന് മനസ്സിലായി. അപ്പോൾ നമ്മളെല്ലാവരും ക്ഷമിക്കുക, 4 ദിവസം കൂടി ക്ഷമിക്കുക. 4 ദിവസത്തിനുള്ളിൽ ഈ യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിക്കും. ഒരു സമാധാന കരാർ ഇവിടെ നിലവിൽ വരും. അത് ശരിക്കും പറഞ്ഞ് ഇസ്രയേൽ അറിയാണ്ടാണ് ഈ ട്രംപ് ഈ സമാധാന കരാറിന് വേണ്ടിയിട്ട് പണി നടത്തുന്നത്. എന്തായാലും നല്ല കാര്യമാണ്. നമ്മുടെ ലോകത്തെല്ലാം സമാധാനം വരണം, എല്ലാ രാജ്യങ്ങൾക്കും സമാധാനം വരണം, എല്ലാ ജനങ്ങൾക്കും സമാധാനം വരണം, അത്യാവശ്യമാണ്. പക്ഷേ ഒരു സാമ്പിൾ എന്ന നിലയിൽ ഒന്ന് വിലക്കി നോക്കിയതാണ്. പക്ഷേ ഇത് കടിച്ചേലും പിടിച്ചേലും വലുത് അളയലെന്ന് പറഞ്ഞ പോലെയായി പ്രശ്നം. അതിപ്പോഴാണ് മനസ്സിലായത്. അതിപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നന്നായി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിനെയും ചെറുതായി കാണരുത്. അവരുടെ ഒരുപാട് ബുദ്ധിമാന്മാരായുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ജീവൻ ത്യജിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള സൈനികരാണ്. ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. ആ ബലം, ഈ നമ്മുടെ സൈനിക ശേഷി, ഇതെല്ലാം അതുപോലെ തന്നെ ഹോർമോൺസ് കടലെടുക്ക് അവിടെ നശിപ്പിക്കും എന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ കംപ്ലീറ്റ് മയിൽ വെതറിയിരിക്കുന്നത്. എന്തെങ്കിലും തുനിഞ്ഞ അവിടെ കംപ്ലീറ്റ് സകല കപ്പലുകളും പൊട്ടിത്തെറിച്ച് പോകും. അതിലുള്ള കളിയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് യുദ്ധം തീരാനുള്ള 48 മണിക്കൂറാണ്, അല്ലാണ്ട് ഇറാനെ തിരിച്ചടിക്കാനുള്ള 48 മണിക്കൂറല്ല. എന്തായാലും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. വെവോളം നിന്നല്ലോ, അതുകൊണ്ട് 6ഓളം നിന്ന് കാണാം. ഒരിക്കലും കരയുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം നടക്കാൻ സാധ്യതയില്ല. അമേരിക്കക്കാർക്ക് കരയുദ്ധം ചെയ്തിട്ട് പരിചയമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നൊക്കെ ഓടിപ്പോന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കരയുദ്ധത്തിലേക്ക് ഒരിക്കലും അമേരിക്ക സൈനികരെ ഇറക്കി വിടില്ല. നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് കളി കാണാം.